രാവിലേട്ടാ ഇനി പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് ഞാൻ ഇങ്ങനെ ആണ്, ഡിസേബിൾഡ് ആണ്. എനിക്ക് 2 കാലും ഇല്ല, ഒരു കൈയും ഇല്ല, റൈറ്റ് ഹാൻഡ് മാത്രം ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് വലിയ കാര്യം. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ അങ്ങനെ ചോദിച്ചത് അതിനെന്താ. അപ്പൊ എടി അമ്മയ്ക്ക് വയ്യാതിരിക്കുക, അപ്പോ ഒരു ഗ്ലാസ് അമ്മയ്ക്ക് വയ്യാതെ ഒന്ന് വീണ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ എന്ത് ചെയ്യുന്നു. ഞാനത് വേറെ അർത്ഥത്തിലല്ല ചോദിച്ചത്, അങ്ങനെ പോകുന്നെങ്കിൽ അത് പോട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ എടുത്തു വായിക്കിട്ടൊക്കെ പറയാം, കലത്തിലൊന്നുമില്ലല്ലോ, ഗ്ലാസ്സിലല്ലേ കൊണ്ടുപോയിട്ട്. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എന്റെ കൂടെയുള്ള സ്വീറ്റ് കപ്പിൾസ് ആണ് അമ്മു ആൻഡ് രാഹുൽ. അമ്മു രാഹുൽ, വെൽക്കം ടു സി TV. താങ്ക് യു. രാഹുൽ എന്താ ചെയ്യുന്നത്? വർക്ക്ഷോപ്പാണ്. അമ്മു വർക്ക് ചെയ്യുന്നത് കസ്റ്റമർ കെയർ ആയിട്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ, എല്ലാവർക്കും ആകാംക്ഷയാണ് നിങ്ങളുടെ ആ ലൈഫ് കാണുമ്പോ തന്നെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റോറി, എങ്ങനെയാ കണ്ടുമുട്ടിയത് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് കണ്ടുമുട്ടിയത് തന്നെ. നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഷെയർ ചാറ്റിലൊരു, എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചാറ്റിലൊക്കെ ഇങ്ങനെ വൈകുന്നേരം കുറച്ച് പാട്ടുകൾ ഒക്കെ പാടി ഞങ്ങളുടെ ഹാപ്പിനെസ് കണ്ടുകൊണ്ടിരുന്ന സമയം. ആ സമയത്ത് കയറി വന്നതാണ് ഇവള് പാട്ട് പാടാനായിട്ട്. പറഞ്ഞ എന്റെ പാട്ട് കേട്ട് വന്നതാന്ന് അർത്ഥം. കണ്ടിട്ടുണ്ടായിരുന്നോ നേരിട്ട്? ഇല്ല, അത് പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സ് എല്ലാരും കൂടി കാണാൻ. അപ്പൊ അമ്മുവിന്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് തന്നെ? എന്റെ സ്ഥലം ഹരിപ്പാടാണ്. ഹരിപ്പാടാണ്. അപ്പം എങ്ങനെയായി കണ്ടുമുട്ടാന്ന് തീരുമാനിച്ചത്? അപ്പൊ രാഹുൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവള് നമുക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പിലോട്ട് വന്നപ്പോ തന്നെ ഞാൻ ഇവിടെ അമ്മയെ വിളിച്ച് സംസാരിച്ചായിരുന്നു. സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വന്ന് കണ്ടത്, നേരിട്ട് കാണുന്നതൊക്കെ അതിന് ശേഷമാണ്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങള് ജസ്റ്റ് വൈകുന്നേര സമയങ്ങളിൽ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ ഗ്രൂപ്പില്. ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പില് ഇവളും കയറി വന്നു. ആ സമയത്ത് ഞാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രൂപ്പിന്റെ പേര് ക്ലബ് FM എന്നാണ്. അപ്പൊ എനിക്ക് പണ്ട് ഈ ക്ലബ് FMല് രേണുവിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ലവ് ബൈറ്റ്സ് എന്നാണ്. അപ്പൊ അത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. നൈറ്റ് ആണ് അവരുടെ പ്രോഗ്രാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രേണു എനിക്ക് അവർ കണ്ടിട്ടില്ല, ഞാൻ പ്രോഗ്രാം സ്ഥിരമായിട്ട് FMല് കേൾക്കാറുണ്ട്. അപ്പൊ ക്ലബ് FM എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാം എന്ന് കരുതിയിട്ട് ഞാൻ ഇവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അതിനകത്തുള്ളൊരു ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് കരുതിയിട്ട് കേറിയതാ. പക്ഷെ അപ്പോഴവിടെ പാട്ടുണ്ടായിരുന്നു, പക്ഷെ പാട്ട് പാടുന്നത് വേറെ ആരായിരുന്നു. അങ്ങനെ കേറിയതാണ്. ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ട് ഇങ്ങനെ എത്തിയതിനകത്ത്. ഓർമ്മയുണ്ട, ഒരു ആംബുലൻസ് ഡ്രൈവറാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു മധുവോ അങ്ങനെയാണ്ട് പറഞ്ഞ ഒരു ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് വന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുണ്ട് ഗ്രൂപ്പിൽ. അപ്പം ഞാൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞ് ഇവള് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഹായ്. അപ്പൊ അപ്പോഴും എന്നെ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അവിടെ അത് ഒരു ഇത്ര പേർക്ക് മാത്രമേ വോയിസ് സംസാരിക്കാൻ പറ്റൂ, ബാക്കിയുള്ളവർക്ക് താഴെ മെസ്സേജ് ചെയ്യാം. പിന്നെ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ മേളത്തെ ഒരാളെ ഇറങ്ങണം, ആ സ്ഥാനത്ത് കേറിയിട്ട് സംസാരിക്കണം. അങ്ങനെ താഴെ നിന്ന് എന്തൊക്കെ ചോദിച്ച് ഒരു പാട്ട് പാടിക്കോട്ടെ അപ്പം ഞാൻ പറഞ്ഞ പാടിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ ഫ്രണ്ട് മേളിൽ കയറ്റി. അതിനകത്ത് വന്ന് പാട്ട് പാടാനായിട്ട്. അപ്പൊ ഇതയത്തെ ഏതുകൊണ്ടിരുന്നത് ആ പാട്ട് പാടി. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തില് മധു നങ്ങാണ്ടാന്ന് തോന്നുന്നു പേര്. പുള്ളി ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. പുള്ളി കൊള്ളാം കേട്ടോ, കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പേരെന്താ, വീടെന്താ, എവിടാ, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു. പിന്നെ അത് വേറെ രീതിയിലേക്ക് പോയി സംസാരം. അപ്പോഴത്തേക്ക് ഇവിടെ അവിടെ രാഹുലേട്ടാ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഭയങ്കരതായിട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നോണ്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ പേടിച്ച് വിളിക്കാൻ അപ്പൊ എടുത്തത് നീ ഇറങ്ങിക്കോ, ഞാന് വിളിക്കാന്ന് പറഞ്ഞു. ഞാന് ഇറങ്ങിപ്പോയി. ഞാനും കിടന്നു. ഞാൻ പിന്നെ അതങ്ങ് ഓർത്തില്ല. ഞാൻ പിന്നെ കിടന്ന് വെച്ചിട്ട് കിടന്ന് ഉറങ്ങി. അതിന് ശേഷമാണ് എനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് അയക്കുന്ന. ഇല്ല, അതിൽ തന്നെ മെസ്സേജ്. ഇല്ല.
PM ഞാൻ മെസ്സേജ് അയച്ചു മക്കളെ ഒന്നും ഇങ്ങനെ മെസ്സേജ് അയച്ചു മക്കളെ ഒന്നും തോന്നരുത് എന്തോ ഒരു റോങ് ആയിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് പൊക്കോളാൻ പറഞ്ഞത്. ആ മെസ്സേജ് എന്റെ ഇപ്പോഴും ഫോൺ പോയി ഉണ്ടായിരുന്നു. ആ ഫോൺ പോയി ഫസ്റ്റ് മെസ്സേജ്. അപ്പൊ ശരിയാട്ടോ അതൊന്നും നാളെ വരണേന്ന് അങ്ങനെയാണ്. പിന്നെ സ്ഥിരമായിട്ട് ഒരു ഗ്രൂപ്പ് നല്ല ഇപ്പോഴും കോണ്ടാക്ട്സ് ഒക്കെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് ഫ്രണ്ട്സ് അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ പേഴ്സണൽ ചാറ്റ് ആയി നിങ്ങൾ. അപ്പൊ എപ്പോഴാ ഇഷ്ടം തുറന്നു പറഞ്ഞത്? ഒരു 2 മാസമൊക്കെ കഥയും കൂടി പറഞ്ഞു. സത്യം പറഞ്ഞാല് ആ ഗ്രൂപ്പില് ഒരു പെൺകൊച്ചിന് എന്നോട് ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇവളെ അമ്മയൊക്കെ ഇപ്പോഴാണ് കേൾക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവളുമായിട്ട് കമ്പനിയായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലായിരുന്നു. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാനും അമ്മയും കൂടി ഒരു പ്ലാൻ ചെയ്തു. ഗ്രൂപ്പില് ഓപ്പൺ ആയിട്ട് തന്നെ പ്രപ്പോസ് ചെയ്തു. ആ പെൺകൊച്ചുണ്ടായിരുന്നു. ഞാൻ രാത്രി വീഡിയോ കോള് ഇല്ലില്ല ഇവളെ ഓടിച്ചു വിട്ടു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു മക്കളെ ഇന്ന പോലെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു, ഞാൻ ഒഴിവായി പോയിട്ടും അതിനകത്ത് പറഞ്ഞു ഗ്രൂപ്പില് ഇവള് പേഴ്സണലായിട്ട് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ പേഴ്സണലായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ ഇവള് വന്നു. അത്രയും ഗ്രൂപ്പിൽ പ്രാങ്ക് ആണെന്നുള്ളത്. അപ്പൊ അത്രയും പേരും ഗ്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഈ കൊച്ചുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ മുമ്പിൽ വെച്ച് കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ ചിലപ്പോ ഇറങ്ങുമ്പോ അങ്ങനെ പറഞ്ഞു അമ്മ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചു കേട്ടോണ്ട് നിൽക്കുവായിരുന്നു അത്രയും. പക്ഷെ അത് ഞാൻ അങ്ങനെ പറഞ്ഞൊക്കെ തീർന്നപ്പോഴത്തേക്ക് അന്നേരം ഇറങ്ങിപ്പോയി. ഫ്രണ്ട്സ് ഒക്കെ കാര്യമാക്കി. ആണോ ശരിക്കും സത്യം? പേര് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനെ ഇഷ്ടാണ് എന്നൊക്കെ. അപ്പൊ ഈ പെങ്ങളെ പോലെ കാണുന്ന കൊറേ പേരുണ്ട് ആ ഗ്രൂപ്പിൽ. ഇവരുടെ ഗ്രൂപ്പിലെ എല്ലാവരുടെയും ചേട്ടൻ ഞാൻ. ഞങ്ങളുടെ ഗ്രൂപ്പില് സന്ദീപ് എന്ന് പറയുന്നത്, പാറു, ഐഷു അതാണ്ടായിരിക്കുന്നത്. അത് എന്റെ ചേട്ടന്റെ ആക്ച്വലി ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ കുറെ വർഷത്തെ ഈ ക്ലബ് എഫ് എം എന്ന ഗ്രൂപ്പിലെ ആളും ഉണ്ട്. അപ്പൊ കുറെ വർഷത്തെ അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ചേട്ടന് ഞാനാണ് ഷാദി മാട്രിമോണി എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഇഷ്ടത്തിലായതിനു ശേഷം ഞാൻ അവളുമായിട്ട് കമ്പനിയായി. പക്ഷെ അപ്പോഴും ഇങ്ങനെ കല്യാണ ആലോചനയെ കുറിച്ചൊന്നും വന്നില്ല. പിന്നെ ഞാനിങ്ങനെ ചേട്ടന് മാരേജ് ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു പരിചയമുള്ളൊരു മുഖം കണ്ടു. അപ്പൊ ഞാനിങ്ങനെ അത്താനടുത്ത് ചോദിച്ചു, ഞാൻ പിന്നെ ഐശ്വര്യ എന്ന പേര്. ഞാൻ പിന്നെ ഐശ്വര്യ ഇങ്ങനെ കല്യാണം നോക്കുന്നു, പക്ഷെ മാട്രിമോണിയിൽ ഇങ്ങനെ പ്രൊഫൈൽ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ചേട്ടന് വേണ്ടി ഒന്ന് ആലോചിച്ച് ചോദിച്ചാലോ ഏതിനാണ് അറിയാവുന്നവരാകുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവല്ലോ. അപ്പൊ പറഞ്ഞ് നീ ചോദിച്ചു നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇവരാദ്യം സംസാരിച്ച് അപ്പൊ അവര് നോക്കുന്നുണ്ട്. ഓക്കെ അങ്ങനെ പിന്നെ എന്നെ ഒരു ദിവസം കാണാൻ വന്നു. അവളും അമ്മയായിട്ട് കാണാൻ വന്നു. അപ്പോഴും ചേട്ടനോട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം പുറത്താണ്. ഇപ്പൊ ലീവിന് വന്നിട്ട് പോയിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവരും കണ്ടു, നേരത്തെ കണ്ടു, സംസാരിച്ചു, കുഴപ്പമില്ല. പിന്നെ ഫാമിലി ആയിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നെ കാണാൻ വന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിനകത്തില് വന്നിട്ട് ആ സർക്കിളിലേക്ക് ഇവള് വന്നല്ലോ. അപ്പൊ ഇവര് തമ്മിൽ പരിചയമായി. അല്ല അതിന് മുമ്പ് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് ഇങ്ങനെ കാണുമായിരുന്നു. എല്ലാരും കാണും. കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ അഗെയിൻ ഞങ്ങളുടെ കല്യാണത്തിന് വീണ്ടും കോവിഡ് ആയി. കല്യാണ സമയത്ത് അഗെയിൻ കോവിഡ് സമയത്തായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടന്റെ കല്യാണം ഉണ്ടായിരുന്നത്. ചേട്ടന്റെ കല്യാണം ഡിസംബറിലായിരുന്നു. റിലേഷനായി ഫാമിലി ആയിട്ട് ഉറപ്പിച്ചു. അറേഞ്ച് മാരേജ് ആയിരുന്നു. എനിക്ക് അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെ ഗ്യാങ്ങിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഡയറക്റ്റ് പ്രപ്പോസ് ചെയ്തല്ല, കണ്ടിട്ട് പ്രൊഫൈൽ അങ്ങനെ നോക്കിയതാണ്.
അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തി. എക്സിറ്റ് ആയി പോയി ഗ്രൂപ്പിൽ നിന്ന് മറ്റേ പുള്ളിക്കാരി. ആ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കൂട്ടത്തിലുള്ളവര് ഞാൻ പറഞ്ഞില്ലേ സന്ദീപ്. എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയായിരുന്നോ ആ പുള്ളിക്കാരിയോട്? ആരോട് അതെ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഓൾറെഡി നല്ല അടി കിട്ടിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് പോയി. അത് സുഖമായിട്ട് ജീവിക്കുന്നു. അവര് കല്യാണം കഴിഞ്ഞു. അതൊക്കെ അറിയായിരുന്നു, അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ അവരുടെ വീട്ടിൽ പോയി ചോറുന്നു. എല്ലാരും കൂടെ ഇവിടെ കുംഭഭരണി ഇതുണ്ടല്ലോ. അപ്പോഴാണോ മറ്റേ പുള്ളിക്കാരി ഈ ഗ്രൂപ്പിലോട്ട് വന്നത്? സമയത്താണ് ആ സമയത്ത് ടിക്ടോക്കൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നല്ലോ. അപ്പൊ സമയത്താ വരുന്നത്. വന്ന് എല്ലാം നടന്നതിന് ശേഷം ആ കൊച്ച് ലെഫ്റ്റ് അടിച്ച് പോയി. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അവരൊക്കെ അത് വിശ്വസിച്ചു. അവരൊക്കെ ഓൾറെഡി അത് വിശ്വസിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾക്കിടയിൽ മാത്രമേ ഉള്ളായിരുന്നു അവരൊക്കെ പിന്നെ തിരുത്തി പറഞ്ഞു. നമ്മള് ഒരു ഗ്രൂപ്പ് കോൾ ചെയ്തോണ്ട് ഇവള് തന്നെ തിരുത്തി പറഞ്ഞു. തിരുത്തി പറഞ്ഞിട്ട് ഇവള് ഡയലോഗ് അടിച്ചു. എന്റെ മനസ്സിലുള്ളത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഒഴിവായി, ഇറങ്ങിപ്പോയി. ലെഫ്റ്റ് ഒട്ടും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല, ഒഴിവായി പോയി. ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം ഇവക്ക് ഗ്രൂപ്പിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഫസ്റ്റില് തന്നെ ഇവള് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവർക്കും അറിയില്ല. എന്റെ ഫാമിലി ഇത്ര മാത്രമല്ലേ കാണുന്നുള്ളൂ. എന്റെ വീഡിയോസിലെല്ലാം ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിന്നീടാണ് കുറച്ച് കൂടുതലായിട്ട് ഫുൾ സൈസിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും. ഇല്ല, ഞാൻ പറഞ്ഞു. ഞങ്ങള് തമ്മിലുള്ള ചാറ്റിങ്ങില് ഇവളെന്നോട് പറഞ്ഞു, ലേട്ടാ ഇനി പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്, ഞാൻ ഇങ്ങനെ ആണ്, ഡിസേബിൾഡ് ആണ്, എനിക്ക് 2 കാലുമില്ല, ഒരു കയ്യും ഇല്ല, റൈറ്റ് ഹാൻഡ് മാത്രം ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് വലിയ കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചോദിച്ചു, അതിനെന്താ? അപ്പോഴത്തേക്ക് ഇവക്ക് അതൊരു പോസിറ്റീവായി. കാരണം സാധാരണ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ ഇവള് കണ്ടിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങനെ കമ്പനിയിലായി. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ലവ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണോ ഗ്രൂപ്പിൽ എല്ലാവരും അറിഞ്ഞത് ഈ കാര്യം? അത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞപ്പം ഞാൻ റിജക്ട് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയലോഗ് പറഞ്ഞതരാം. ഇവിടെ ഡയലോഗ് അതിനകത്ത് സത്യം പറഞ്ഞാൽ വീടെന്ന് പറയാം. അല്ല, ഞാൻ പറഞ്ഞ എന്റെ ചുറ്റുപാടുകൾ കുറച്ച് മോശമാണ്. എന്റെ ഫാമിലി ചുറ്റുപാടുകൾ കുറച്ച് മോശമാണ്. അപ്പം അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഇവള് പോകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചതാണ്. എടി അമ്മയ്ക്ക് വയ്യാതിരിക്കുക, അപ്പോ ഒരു ഗ്ലാസ് അമ്മയ്ക്ക് വയ്യാതെ ഒന്ന് വീണ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ എന്ത് ചെയ്യുന്നു? ഞാനത് വേറെ അർത്ഥത്തിലല്ല ചോദിച്ചത്. അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇവള് എടുത്തു വാങ്ങിയിട്ടൊക്കെ പറയാം, കലത്തിലൊന്നും ഇല്ലല്ലോ, ഗ്ലാസ്സിലല്ലേ കൊണ്ടുപോയിട്ട്, എന്നെ കൊണ്ട് പറ്റും. നമ്മള് ഗ്ലാസ്സിലല്ലേ വെള്ളം കുടിക്കുന്നേ, കലത്തിലൊന്നും അല്ലല്ലോ. ആ ഡയലോഗ് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലറിഞ്ഞപ്പോ വീട്ടിലൊക്കെ ഭയങ്കര സീനാണ്. ഇപ്പൊ അവളില്ല, ഞാൻ എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട. അതെ, പകുതി കഥകൾ ഞാൻ വിട്ടു മിഴുങ്ങും ഞാൻ. അമ്മ ഇതൊക്കെ അമ്മ ഇപ്പഴാ കേൾക്കുന്നത്. ഇവിടെ അമ്മ അമ്മയെ വിളിച്ചിട്ട് അമ്മ എന്താ പറഞ്ഞത്? അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് പറയട്ടെ അമ്മ, പറയട്ടെ. അമ്മ എന്നെ വിളിച്ചു പറഞ്ഞതറിയോ? അമ്മ അങ്ങോട്ട് മാറി. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാഹുലാണോ? ഞാൻ പറഞ്ഞതെ, ആ മോനെ, അമ്മൂനെ ഒരു ഫ്രണ്ടായിട്ട് കാണണം, നല്ല ഫ്രണ്ടായിട്ട്. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കും, അല്ലാതെ ഇങ്ങനൊരു റിലേഷൻഷിപ്പിലോട്ടൊന്നും പോകരുത്, നല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞ ആദ്യത്തെ കോള് കട്ട് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഇച്ചിരി ഡയറക്റ്റ് പറഞ്ഞപ്പോഴാണോ അതോ നിങ്ങൾ ഇല്ല. അറിഞ്ഞിട്ടാണോ? ഞാൻ ഇവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞ നേഷം അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചു. അമ്മ എന്നെ വിളിച്ചിട്ട് കൊറേ സംസാരിച്ചു. അങ്ങനെ കുറെ സംസാരിച്ചു. ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് വീട്ടുകാരൊക്കെ സമ്മതം? അല്ല, ആ സമയമായപ്പോഴത്തേക്ക് എന്റെ ഫാമിലിയിൽ വേറെ ഇഷ്യൂ വന്നുകൊണ്ട് എല്ലാരും ഇതങ്ങ് വിട്ട് അതിന്റെ പുറകിന് പോയപ്പോഴത്തേക്ക് ഞാൻ ചേട്ടന്റെ ഒരു ഫാമിലി ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് എല്ലാരും അതിന്റെ പുറകിന് പോയി. അതിന്റെ പുറകിന് പോയപ്പോ പുള്ളി ഡിവോഴ്സ് ആയിരുന്നു. അപ്പൊ ആ ഒരു ലൈഫ് ഇങ്ങനെ മുമ്പിൽ കിടക്കുന്ന കണ്ടപ്പോ എനിക്കും അവിടെ ഒരു പിടിവള്ളിയായി. ഞാൻ ആ സമയം നോക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച്. അപ്പൊ വീട്ടുകാര് എല്ലാരും എല്ലാവരുടെ അനുഗ്രഹത്തോടെ തന്നെ ഇപ്പൊ എല്ലാരും സന്തോഷമായിട്ട് രണ്ട് ഫാമിലിയും സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങള് എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഞാന് ആദ്യം അമ്മ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് അമ്മുനെ വിടത്തില്ലെന്ന് പറഞ്ഞല്ലേ. അതില് അമ്മ സമ്മതിച്ചു. അമ്മുനെ ഇവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇവിടുന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല. കൂടിപ്പോയ അച്ഛന്റെ അമ്മയുടെ വീട്ടിൽ കല്യാണം കഴിക്കുന്ന കുഴപ്പമില്ല, കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അമ്മ തന്നെ തിരുത്തി അമ്മ പറഞ്ഞു കൊണ്ടുപോകണം. പക്ഷെ അത് അച്ഛന് ഭയങ്കര ഇതായിരുന്നു. അച്ഛനങ്ങനെ മാറി നിന്നില്ല. അച്ഛന് ഭയങ്കര സങ്കടമാണ് അങ്ങനെയൊക്കെ മാറി നിൽക്കുക. അതല്ല, ഇപ്പൊ അമ്മ അങ്ങനെ ആദ്യം പറഞ്ഞതിനകത്തില് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം സിറ്റുവേഷൻ വെച്ചിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ ഏതൊരു അമ്മമാരും പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മയെ തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിശ്വാസം കൊണ്ടാണ് കൊണ്ടുപോകോളാൻ പറഞ്ഞു. അത് ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു, ഞാനിവളും. ഞാൻ അന്ന് തന്നെ എറണാകുളം പോയി. ഞാൻ അന്ന് എറണാകുളം നിൽക്കുന്നത്. അന്ന് തന്നെ എറണാകുളം പോയി. അവിടെ വീട് അപ്പൊ കല്യാണം പ്രമാണിച്ച് ഞാൻ അവിടെ വെച്ച് വീടും എടുത്ത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരുന്നു. വീടും ബന്ധുക്കളാണ്. എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അമ്മയ്ക്ക് ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അമ്മ വല്ലപ്പോഴും. പക്ഷെ അപ്പനെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പനും ഇവളും ആ കമ്പനി. എന്റെ അപ്പനും പിന്നെ ജ്യേഷ്ഠന്റെ ഫാമിലി വന്നു. പിന്നെ ജ്യേഷ്ഠനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവര് വേറെ സെപ്പറേറ്റ് താമസിക്കാൻ തുടങ്ങി. പിന്നെ പ്രസവം ഒക്കെ ആയി വന്ന സമയത്താണ് എറണാകുളത്ത് എന്ത് വർക്ക് ചെയ്യുന്നു? ഇത് തന്നെ പരിപാടിയായിരുന്നു, അലൈൻമെന്റിന്റെ പരിപാടിയായിരുന്നു. അപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ അതിന് മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോമിൽ തന്നെ ടെക് മഹീന്ദ്ര എന്ന കമ്പനി തന്നെ ആയിരുന്നു. ഇപ്പൊ ടി ടാസ്ക് എന്ന് പറഞ്ഞ കമ്പനി, ടെക്നോ ടാസ്ക്, ഫ്ലിപ്കാർട്ടിന്റെ തന്നെ സെയിം പ്രോസസ് ആണ്. എന്നിട്ട് പ്രസവം കഴിഞ്ഞ സമയത്ത് നമ്മള് തിരിച്ചു വരികയായിരുന്നു. ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുവരികയായിരുന്നു. കാരണം പ്രസവത്തിന് അമ്മ വിളിച്ചോണ്ട് വന്നിരുന്നതാണ്. പിന്നെ സ്ഥിരമായിട്ട് അവിടെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അവിടെ തന്നെ. പ്രസവത്തിൽ കൂട്ടിക്കൊണ്ടുവന്നോ? ഇല്ല, അവിടെ തന്നെ അമ്മ വിളിച്ചോണ്ട് പോകാൻ വന്നു. പോയില്ല, ഞാൻ 10 മാസം അല്ല 9 മാസം. പിന്നെ ഡെലിവറി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടായിരുന്നു. 8 പാതിയായപ്പോഴത്തേക്കാ പ്രസവിച്ചത്. അമ്മയൊക്കെ അപ്പൊ അവിടെ നിന്നു. 8 പാതിയായപ്പോഴത്തേക്ക് പ്രസവിച്ചത്. അപ്പൊ അത് വരത്തേക്കും എന്റെ കൂടെ തന്നെ ആയിരുന്നു. ഈ ഡോക്ടറിനെ കാണിച്ചോണ്ടിരുന്നപ്പോ റിസ്ക് ഉണ്ടാവുമോ? ഞങ്ങളവിടെ എറണാകുളത്ത് അത്യാവശ്യം ആലുവ ഹോസ്പിറ്റല്, പറവൂർ ഹോസ്പിറ്റല്, എറണാകുളം മെഡിക്കൽ കോളേജ്, അത്യാവശ്യം എല്ലായിടവും കാണിച്ചപ്പോ എല്ലാവരും റിസ്ക് എന്നാണ് അവർക്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ആ സമയത്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴൊരു ഡോക്ടർ അനിത എന്നാണ് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നമ്മൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഒരു വാക്കായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹോസ്പിറ്റലുകൾ കൊണ്ട് നടന്നിട്ടും ഒരൊറ്റ ഹോസ്പിറ്റലിൽ പോലും പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് നമ്മളെ ശരിക്കും വിഷമിപ്പിച്ച ഒരു സമയം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെന്ന് ഇതേപോലെ ചെക്കപ്പിന് പോകും. 8-ാം മാസം ചെക്കപ്പിന് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് പെയിൻ വരുന്നു, ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. പെയിൻ അല്ല, ഇവക്ക് അനക്കക്കുറവ് വന്നുകൊണ്ട് എത്രയും സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു.
ആ സിസേറിയൻ ചെയ്യാൻ കയറ്റുന്ന സമയത്താണ് അറിയുന്നത് നമുക്ക് അനസ്തേഷ്യ എടുക്കാൻ പറ്റത്തില്ല. നട്ടല് വളച്ച് അനസ്തേഷ്യ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പക്ഷെ വേറൊരു ഓപ്ഷൻ അവർ പറഞ്ഞിരുന്നില്ല. പിന്നെ എന്താണെന്നുള്ളത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതുവരെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ റിസ്ക് ഒന്നും പറഞ്ഞില്ല. കാരണം നോർമൽ പറ്റൂല എന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് സിസേറിയനാണ്. പക്ഷെ അനസ്തേഷ്യ നട്ടലിലെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് ഞങ്ങളുടെ നേരത്തെ കൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്കും അറിയത്തില്ലായിരുന്നേ. നമുക്കും അതിനെപ്പറ്റി അറിയില്ല. സിസേറിയൻ കഴിഞ്ഞ സമയത്ത് കുഞ്ഞിന് അനക്കമില്ലാത്തോണ്ട് കുഞ്ഞിനെ കൊണ്ട് ഒരു നേഴ്സ് കൂടി പോകുന്നുണ്ട്. അമ്മ എന്റെ പുറകെ പോയി. അനസ്തേഷ്യ കൊടുക്കാതെയാണോ? എടുത്തെടുത്ത് അനസ്തേഷ്യ എടുത്തു. അത് എങ്ങനെ എടുത്തത്? വായിലൂടെ. ഞാൻ പറഞ്ഞു വരുന്നത് അമ്മ കുഞ്ഞിന്റെ പുറകെ പോയി. അപ്പൊ ഇവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തോട്ട് വിളിപ്പിച്ചായിരുന്നു. അപ്പൊ ഞാൻ അകത്തോട്ട് കയറി. പ്രസവം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവര് മറ്റേ ട്യൂബ് വലിച്ചുരുക്കൊണ്ടിരിക്കുക. അത് ഈ കനമുണ്ട്, ആ പൈപ്പിന്റെ ഒക്കെ കനമുണ്ട്. വായിക്കുടി ട്യൂബ് വായിക്കുടി ഇങ്ങനെ ഊരി എടുക്കുന്നു നീളത്തിൽ, നല്ല നീളത്തിലുണ്ടായിരുന്നു. അതിങ്ങനെ ഊരി എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അകത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട്. കാരണം അത്രയും വലിയ ഇത് തൊണ്ടയിൽ കൂടെ ഇറക്കിയതല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇല്ല, എനിക്ക് മയക്കി കിടത്തിട്ടാ. പക്ഷെ അതിന് മയക്കി കിടത്തിട്ട് ഒരു സിസേറിയൻ ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് ഇല്ല, അറിയുന്നില്ലായിരുന്നു. എനിക്ക് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സൗണ്ട് വരുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് മാറിയത് അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? അങ്ങനെ അത് പക്ഷെ എല്ലാവർക്കും അല്ല, ചുരുക്കം പേർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അത് കണ്ടപ്പം അതിന് തൊട്ട് മുമ്പ് വരെ ഈ അനസ്തേഷ്യ എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സീരിയസ്നെസ് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ കാര്യം അവർ പറഞ്ഞില്ലായിരുന്നു? അല്ല, ഈ പറഞ്ഞത് അനസ്തേഷ്യയാണ്. അനസ്തേഷ്യ വെച്ചാൽ ട്യൂബ് വയറ്റിൽ ഇറക്കിയിട്ട് വയറ്റിൽ കൊണ്ട് ആ മരുന്ന് പൊട്ടിക്കും. അപ്പൊ അവിടെ മരവിക്കും. വേറെ ഓപ്ഷൻ ചോദിച്ചില്ലായിരുന്നു? വേറെ ഓപ്ഷൻ നമ്മുടെ പറഞ്ഞിട്ടില്ല, ഇവര് ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഡോക്ടർ അടിപൊളി, നല്ല ഡോക്ടറായിരുന്നു സത്യം. അവിടെ ആ ഹോസ്പിറ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ. എപ്പ ചെന്നാലും ഭയങ്കര കെയറിങ് ആണ്. കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. എല്ലാ പ്രാവശ്യവും ഒരാളെല്ല കാണുന്നത്. ഓരോ ഷിഫ്റ്റ് നമുക്ക് ചിലപ്പോ പെയിന് വന്ന് പോവും. എനിക്ക് സ്ഥിരം ഇത് തന്നെയായിരുന്നു. ചിലപ്പോ പെയിന് വരും, ചിലപ്പോ അനങ്ങാത്ത പോലെയൊക്കെ തോന്നും. ഇവനനങ്ങ ഒരു ദിവസം വൈകുന്നേരം വരെ അനങ്ങാതെ ഇരുന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ചവിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ പോവും. അപ്പൊ അതുകൊണ്ട് സ്ഥിരം ഇങ്ങനെ അവിടെ കുറെ ഡോക്ടേഴ്സ്. പേര് ഓർമ്മയില്ല, അൻഡാമെന്നാണ് തോന്നുന്നു ഡോക്ടർ. പക്ഷെ അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര നല്ല ഡോക്ടറാണ്, നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സ്. ആ സമയത്ത് അമ്മ ബോധം കെട്ട് വീണോന്നൊക്കെ അത് അമ്മയും അത്താനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. ബാക്കി എന്റെ ചേട്ടന് ഇവിടെ നിന്നൊക്കെ തിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അവരെ വീട്ടിൽ നിന്നാണെങ്കിൽ അവരൊക്കെ അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കയറി ഇവന് അനക്കം ഇല്ലാത്തോണ്ട് സിസേറിയൻ പറഞ്ഞത്. അപ്പം ആരും പ്രതീക്ഷിച്ചിരുന്നു ഡെലിവറി നടക്കുന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. നോർമലി ചെക്കപ്പിന് പോയതാണ്. അപ്പൊ അമ്മ പറഞ്ഞ് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ പോയി നാരങ്ങ വെള്ളം മേടിച്ച് ഞാനും കുടിച്ച് ഞാൻ ലാത്തി അടിച്ചൊക്കെയാ വരുന്നത്. നമ്മൾ ഈ ഒരു കാര്യം അറിയുന്നില്ല. അപ്പൊ അമ്മ അവിടെ കിടന്ന് എന്നെ കാണാത്തോട്ട് ഡോക്ടർ അമ്മയെ പ്രഷർ കയറ്റുകയും ചെയ്തു, എത്രയും വേഗം ചെയ്യണമെന്ന്. അപ്പൊ അമ്മ ആ വെപ്രാളവും കണ്ട് ഇങ്ങനെ വെപ്രാളം അടിച്ച് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ വരുന്നുമില്ല. ലാസ്റ്റ് അമ്മ താഴെ ഇറങ്ങി എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നത്. ഏപ്രിൽ 27 ചെക്കപ്പിനായിട്ട് പോകുന്നത്. ചെക്കപ്പിനായിട്ട് 27 പോകുന്നു. അന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇനിയും ഉണ്ട് 2 ആഴ്ച, ഇനിയും പോകും. ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. ചെക്കപ്പിന് പോയപ്പോ രാവിലെ ഞാൻ പറഞ്ഞു കുഞ്ഞുമായിട്ടേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞപ്പനോട് ഞാൻ കുഞ്ഞുമായിട്ടേ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ചിരിച്ചു. അപ്പൊ 27 പോയി കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഇനി 2 ആഴ്ച കുഴപ്പമില്ല. അപ്പൊ ഞാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് എന്നാ ശരി കാര്യം ചെയ്യും, പിവാർഡില് അഡ്മിറ്റ് ചെയ്യാം, പിവാർഡ് എടുക്ക്, എന്നിട്ട് അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വൈകുന്നേരം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈറ്റ് ആവുന്ന എനിക്ക് തോന്നി. രാത്രി ഒന്നും ഉറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ അമ്മയും ഞാനും അത്താനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ രാത്രിയൊക്കെ എണീറ്റിരുന്ന് നേരം വെളുപ്പിച്ച് രാവിലെ ആയപ്പോഴാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്.
അപ്പൊ ഈ രാവിലെ റൗണ്ട്സിന് വരുന്ന പിള്ളേരുണ്ടല്ലോ, പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ വയറ് ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്ന പിന്നെ ലേബർ വാർഡിലോട്ട് വരെ അവിടെ കിടന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവിടെ കുറേ നേരം കിടന്നു. അപ്പൊ എനിക്കിങ്ങനെ വിട്ടാണ് വയർ ടൈറ്റ് ആവുന്നത്. പെയിൻ ഇല്ല, പക്ഷെ ടൈറ്റ് ആവുന്നു, ഇങ്ങനെ ടൈറ്റ് ആവുന്നത് ഇപ്പൊ പൊട്ട് അങ്ങനെ ടൈറ്റ് ആവും പോലെ. അപ്പൊ ഡോക്ടർ തൊടുന്ന സമയത്ത് അതങ്ങ് ഇല്ല. അപ്പൊ ഡോക്ടർ ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പൊ ഡോക്ടർ പറയുന്ന പിന്നെ എനിക്ക് അനക്കം കുറവ് പോലെ ഫീൽ ചെയ്യുന്നെന്നാണ്. ഇവരിങ്ങനെ എണ്ണാനൊക്കെ പറയുമല്ലോ, ഇത്ര മിനിറ്റിനകത്ത് എത്ര അനക്കം എന്നൊക്കെ പറയും. തലേ ദിവസം നിങ്ങൾ പോയി ചെക്കപ്പിന് പോയപ്പോ അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ സമയത്ത് കൊണ്ടുവന്ന കാര്യം ഇച്ചിരി പാടാണ്, റിസ്ക് ആണ്. എടുക്കാനൊക്കെ ആ സമയത്ത് വയറ് ഭയങ്കര വയറുണ്ട്. ഞാൻ എടുക്കുന്നത് വീൽ ചെയർ താഴെ എടുക്കുമ്പോഴത്തേക്കും എടുത്ത് കയറ്റി ഇരുത്താനൊക്കെ ഭയങ്കര പാടാണ്. അതിലും ബുദ്ധിമുട്ടായിരുന്നു സിസേറിയൻ കഴിഞ്ഞപ്പോൾ. എടുത്ത് ഇങ്ങനെ മേളോട്ട് പോയി കഴിഞ്ഞാല് സ്റ്റിച്ച് അങ്ങനെയൊക്കെ. അങ്ങനെ ഡോക്ടർ വന്ന് പിന്നെ മറ്റേ അനക്കത്തിന്റെ മെഷീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അനക്കം കുറവുണ്ട് എന്ന് പറഞ്ഞു. കുഞ്ഞിന് പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യണം, ഇല്ലെങ്കിൽ കുഞ്ഞിന് 50-50 ചാൻസ് ആണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ എന്റെ ഭാര്യ ബോധവും പോയി. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് നേരെ ലേബർ റൂമിലോട്ട് കയറി. അപ്പത്തേക്കും അവിടുത്തെ അനസ്തേഷ്യ ഡോക്ടർ, ഞാനാണ് അനസ്തേഷ്യ ഡോക്ടർ കേട്ടോ, ഒരു ലേഡി ഡോക്ടർ, ജയരാജ്. നല്ല ജയരാജ് എന്ന ചേട്ടനുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ആ ചേട്ടൻ പുള്ളി ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഭയങ്കര, അപ്പോയിന്റ്മെന്റ് എടുക്കാനാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ചേട്ടൻ ഭയങ്കര ഹെൽപ്പ്. ലേബർ റൂമിലത്തെ പുള്ളി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടേ നീ എന്തിനാ ഞാനങ്ങ് കരഞ്ഞു പോയേ. എനിക്ക് ആ സമയത്ത് അമ്മയും കൂടി താഴെ പോയി, അമ്മ മാറിയിരിക്കും, തല ഇറങ്ങി വീണിട്ട് മാറിയിരിക്കും. ഞാൻ ഒറ്റയ്ക്കായി പോയി. എനിക്ക് ആകപ്പെടെ കയ്യും കല്ലെല്ലാം ഞാനങ്ങ് കരഞ്ഞ സമയത്ത് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞ സമയത്ത് ജയചേട്ടൻ ഒരു പേടിയും വേണ്ട, ഞാൻ കൊണ്ടുകൂടാ. അപ്പൊ എന്നെ അകത്ത് കയറ്റുമ്പോഴും ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ, പേടിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ. അങ്ങനെ ഡോക്ടേഴ്സിനൊക്കെ അകത്ത് നിന്ന് ഡോക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഉറങ്ങും കേട്ടോ, ഉറക്കം വരും, ഇപ്പൊ ഉറങ്ങാനുള്ള മരുന്ന് എടുക്കുകയാണെന്ന് പറഞ്ഞു. മരുന്ന് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ പിന്നെ കണ്ണുറന്നപ്പോ എനിക്ക് തീരെ സൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ഭയങ്കര മരവിപ്പായതുകൊണ്ട് എനിക്കൊന്നും അറിയുന്നുമില്ല. അപ്പൊ ഞാൻ കുഞ്ഞെന്ത് ചെയ്യുന്ന കേട്ടപ്പോ കുഞ്ഞിനിപ്പൊ കൊണ്ടുവരുന്നു പറഞ്ഞു. ഇവന് ഞാൻ കണ്ടില്ല. ഇവനെ ഞാൻ കണ്ടില്ല. കാരണം ഇവനെ എടുത്തോണ്ട് ഇല്ല ഒന്നും അറിഞ്ഞില്ല. ഇവനെ കൊണ്ട് ഓടുമായിരുന്നു. അപ്പൊ ഇവനെ ഞാൻ എനിക്ക് വിളിച്ച് കാണിച്ചൊന്നും തന്നില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ അമ്മയും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കയറി വന്ന്, അത് കഴിഞ്ഞ് അമ്മ കയറി കണ്ട് തിരിച്ച് എന്നെ മാറ്റുന്നത് ഇവരുടെ ഇല്ല, അതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് അത് ഞാന് മറ്റേ വികാസയുടെ വന്നപ്പോഴും പറഞ്ഞായിരുന്നു. അല്ല, ഇവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഓൾറെഡി ആൺകുട്ടീന്ന് ഫിക്സ് ചെയ്തു.